ഹലോ ഹായ് നമസ്കാരം. ഇന്ന് നമുക്കൊരു നോ ബേക്ക് ചീസ് കേക്ക് ഉണ്ടാക്കിയാലോ? അതിന് നമ്മൾ എടുത്തിരിക്കുന്നത് ടൈഗർ ബിസ്ക്കറ്റാണ്. പഴയ ടൈഗർ ബിസ്ക്കറ്റ് വെച്ച് നോക്കിയാൽ തീരെ ചെറുതാണ്, എങ്കിലും സാരമില്ല. നമുക്ക് ഇതൊരു മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് നന്നായി പൊടിച്ചെടുക്കാം. 10 രൂപയുടെ ഒരു പാക്കറ്റ് ഫുൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 സ്പൂൺ മെൽറ്റഡ് ബട്ടറും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് നമുക്ക് മിക്സിക്കകത്തൊന്ന് കറക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ അത് കറക്റ്റായിരിക്കും. ഇത് നമുക്ക് ഒരു സ്പ്രിംഗ് ഫോമിലേക്ക് ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് പാൻ ആളുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എളുപ്പത്തിലത് കേക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. നമുക്ക് ഈ 2 മിക്സും കൂടെ ആ പാനിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് ഉറപ്പിച്ച് വയ്ക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇല്ലെങ്കിൽ നമ്മൾ കേക്ക് എടുക്കുമ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ക്രസ്റ്റ് അങ്ങ് പൊടിഞ്ഞു പോകും. ശരിക്കും അതൊരു ക്രിസ്പിയായി തന്നെ നമുക്ക് കിട്ടും. നന്നായിട്ട് നമ്മളതൊന്ന് സെറ്റാക്കി വെച്ചാൽ മതി. അതിന് നമുക്ക് സ്പാച്ചിൽ ഉപയോഗിക്കാം, സ്പൂൺ ഉപയോഗിക്കാം, തടിയുടെ തവി ഉപയോഗിക്കാം, ഗ്ലാസ് ഉപയോഗിക്കാം, എന്ത് വേണേലും ഉപയോഗിക്കാം. ആദ്യം നമുക്ക് സ്പൂണോ സ്പാച്ചിലയോ കൊണ്ട് ഏകദേശം ഒന്ന് ലെവലാക്കിയതിന് ശേഷം ആ ഗ്ലാസ് കൊണ്ട് സാവധാനത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സില്ലേ, അത് സ്റ്റീലിൻ്റെ ആയാലും കുഴപ്പമില്ല, ചില്ലിൻ്റെ ഗ്ലാസ് ആയാലും കുഴപ്പമില്ല, ഏതായാലും അതിൻ്റെ മൂട് കൊണ്ട് നമുക്കൊന്ന് ഉറപ്പിച്ച് വയ്ക്കാം. ഇനി പൊട്ടറ്റോ മാഷറൊക്കെ ഇല്ലേ, അതുണ്ടെങ്കിലും നമുക്ക് സൗകര്യമായിട്ട് അതിൻ്റെ സൈഡൊക്കെ നല്ലതായിട്ടൊന്ന് ഉറപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ഇത് നന്നായി സെറ്റായിട്ട് വേണം നമുക്കിതിനെ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ. ഫ്രിഡ്ജിൽ വെച്ച് അതൊന്ന് സെറ്റായി കഴിഞ്ഞിട്ട് വേണം അതിനകത്തേക്ക് നമുക്ക് അടുത്ത മിക്സ് ആഡ് ചെയ്യാനായിട്ട്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ക്രീം ചീസും വിപ്പിംഗ് ക്രീമും ഐസിങ് ഷുഗറും കൂടാണ്. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് ആ കൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ചായിരുന്നല്ലോ മാംഗോയുടെ പ്യൂരി, ആ മാംഗോ പ്യൂരിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ പാനിലേക്ക് സാവധാനം പ്ലേസ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ളൊരു ക്രീമാണിത്. വെറുതെ കഴിക്കാനും നല്ലതാണ്. എനിക്കതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ നമുക്കത് കഴിക്കാൻ ഒരു മടുപ്പും തോന്നത്തില്ല കേട്ടോ. നന്നായിട്ട് അതിനെ ഫില്ല് ചെയ്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ ലെവലാക്കി വെക്കുക. ഞാൻ ഈ ഒരു ഭാഗത്ത് ലെവലാക്കി വെക്കണമെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യുന്നത് മാംഗോയുടെ പ്യൂരി കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയൊരു ജെല്ലിയാണ്. ഈ ജെല്ലി ഒരു ഒഴുകുന്ന രൂപത്തിലായിരിക്കുമല്ലോ. അപ്പോൾ ഇതൊരു വശത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുവാണെങ്കിൽ ആ വശത്തുകൂടെ ജെല്ലി ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് ലെവലാക്കി വെക്കണമെന്ന് പറയുന്നത്. നന്നായി ഒന്ന് ലെവലാക്കി വെച്ച് അതിനെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. നമ്മളൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്നും ചെയ്യാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ടാണ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാം. നമ്മൾ വീട്ടിൽ കഴിക്കാനൊക്കെ ആണെങ്കിലും ലെവലാക്കിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്നാലും നമുക്ക് നമ്മൾ ചെയ്തൊരു സാധനം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്നത് കാണാൻ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. അതുകൊണ്ടാണ് ഇതിങ്ങനെ നമുക്കൊന്ന് ലെവലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി നമുക്ക് ജെല്ലി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു മാങ്ങയുടെ പ്യൂരി എടുത്ത് അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്ത് അടുപ്പിൽ വെച്ച് നന്നായി ചൂടാക്കാം. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോർ ആഡ് ചെയ്യണം. അതൊരല്പം വെള്ളത്തിൽ കലക്കി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ ഇത് നല്ലൊരു ജെല്ലിയാക്കി എടുക്കാൻ പറ്റും. ആ ജെല്ലിയാണ് നമ്മൾ ഇതിൻ്റെ മേളിൽ ഒഴിക്കുന്നത്. അതിൻ്റെ പാകം കറക്റ്റായിരിക്കണേ. ഒരുപാട് അങ്ങ് ഒഴുകി പോകുന്നത് പോലെ ആയാൽ നമുക്ക് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി കിട്ടത്തില്ല. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. നമ്മൾ അടുപ്പിൽ വെച്ച് ചൂടാക്കിയ ജെല്ലി നന്നായി തണുത്തതിന് ശേഷം മാത്രമാണ് ഒഴിക്കേണ്ടത്. ഒരുപാട് ചൂടോടെ ഒഴിക്കരുത്, ഒരുപാട് തണുത്തും പോകണ്ട. ഒരു മീഡിയം ടെമ്പറേച്ചറിൽ നിന്നാൽ മതി. ആ വശങ്ങളിലൊക്കെ പറ്റിയിരിക്കുന്നതൊക്കെ ശരിക്കൊന്ന് ക്ലീൻ ചെയ്യണം. അതിൻ്റെ വശങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതെല്ലാം നമുക്കൊരു സ്പൂൺ കൊണ്ടോ സ്പാച്ചിലോ കൊണ്ടോ നമുക്ക് നന്നായി ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം വേണം നമുക്ക് ഈ കേക്കിനെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട്. ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിലിരുന്ന് നന്നായി തണുത്തതിന് ശേഷമാണ് അത് കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നന്നായി സെറ്റായി വരും. അപ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് കേക്ക് പോലെ തന്നെ മുറിച്ചെടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ജെല്ലി സെറ്റാവില്ല. നമ്മൾ ഈ പാനിൽ നിന്ന് മാറ്റുമ്പോൾ അതങ്ങ് ഒഴുകിപ്പോകും. നമ്മുടെ കേക്ക് ഫ്രീസറിൽ വെച്ചു, സെറ്റായിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. എനിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.